നമ്മളിപ്പോൾ ഉള്ളത് ന്യൂ പാളയം മാർക്കറ്റിലാണ്. ഇതിൻ്റെ ഉദ്ഘാടനം ഒക്ടോബർ 21 ചൊവ്വാഴ്ചയായിരുന്നു. ഞാനന്ന് ഇവിടെ വന്നിട്ടായിരുന്നു, പക്ഷേ ഉദ്ഘാടനം എനിക്ക് കാണാൻ പറ്റിയില്ല. ഒക്ടോബർ 21 ഇന്ന് 9 മണിക്കാണ് മുഖ്യമന്ത്രി ഈ ന്യൂ പാളയം മാർക്കറ്റ് ഉദ്ഘാടനം ചെയ്യുമെന്ന് പറഞ്ഞത്. പക്ഷെ നമ്മൾ വന്നപ്പോൾ അറിയുന്നത് 10 മണിക്കാണ്. ഏതായാലും നമ്മൾ വന്നതല്ലേ, നമ്മൾ അന്ന് ചെയ്തപ്പോൾ ഇതിൻ്റെ ഉള്ളൊന്നും കാണിച്ചിട്ടില്ല. നമുക്കിതിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ ഒന്ന് കയറങ്ങി ഇതിൻ്റെ ഒരു ഫുൾ വീഡിയോ നമുക്ക് ഇന്ന് കാണാം. കൂടെ ഇപ്പം എന്താണ് ഇവിടുത്തെ സ്ഥിതിയെന്നും അറിയാം. അതായത് ഉദ്ഘാടനം കഴിഞ്ഞിട്ടുള്ള വരുന്ന വെള്ളി, ശനി, ഞായർ ഇവിടെ ഒരു സംഭവം നടക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടെ നമുക്ക് ഈ വീഡിയോയിലൂടെ പങ്കുവെക്കാം. കല്ലുത്താൻകടവിലെ പച്ചക്കറി മാർക്കറ്റിൻ്റെ ഉദ്ഘാടനം ഇന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിർവഹിക്കുകയാണ്. അപ്പം നമ്മളവിടെ ഒന്ന് വന്നു നോക്കിയതാണ്. അതിൻ്റെ ആഘോഷങ്ങളും ഒക്കെയാണ് നമ്മൾ കണ്ടത്. നമ്മളിതിൻ്റെ വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഉദ്ഘാടനം ഇന്ന് കഴിയുമെങ്കിലും ഇവിടുത്തെ വർക്കുകളൊന്നും ഇപ്പോൾ തുടങ്ങത്തില്ല. ഇപ്പോഴും പാളയം മാർക്കറ്റ് പാളയത്ത് തന്നെയാണുള്ളത്. ഞാൻ നേരത്തെ കഴിഞ്ഞ വീഡിയോ തന്നെ പറഞ്ഞതാണ്, ഇവിടേക്ക് മാറാൻ കുറേ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. അതുപോലെ ഇതിൻ്റെ പണി പൂർണ്ണമായിട്ടും തീർന്നിട്ടില്ല എന്ന് വേണം പറയാം. അതുപോലെ തന്നെ അവർക്കിങ്ങോട്ട് വരാനുള്ള സൗകര്യങ്ങളൊന്നും പൂർണ്ണമായിട്ടും ഉണ്ടാക്കി കൊടുത്തിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുമല്ല അവർക്കിങ്ങോട്ട് വരാനുള്ള തർക്കത്തിലുമാണ്. സംഭവം കിടിലം ബിൽഡിങ്ങാണ്. അതുപോലെ തന്നെ 500ഓളം വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. നല്ല സൗകര്യമുള്ള ഒരു മാള് പോലത്തെ ബിൽഡിങ്ങാണ്. ഒന്നല്ല 2-3 ബിൽഡിങ് പണിതിട്ടിട്ടുണ്ട്. ഏതിലൊക്കെയാണ് എന്തൊക്കെയാണ് കച്ചവടം നമുക്ക് പറയാനായിട്ടില്ല. ബഹുമാനപ്പെട്ട മന്ത്രി മുഹമ്മദ് റിയാസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒന്ന് കണ്ടു നോക്കാം. ആ കാറിൽ വരുന്നത് ബഹുമാനപ്പെട്ട കളക്ടറാണ്, കോഴിക്കോട് കളക്ടർ. ശ്രീ ഒ രാജഗോപാൽ, ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ശ്രീ പി ദിവാകരൻ, വികസനകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ശ്രീമതി ഒ പി ജിജന. ന്യൂ പാളയം മാർക്കറ്റ് കോഴിക്കോട്, അതായത് പാളയം മാർക്കറ്റ് കല്ലുത്താൻകടവിലെ പുതിയ ബിൽഡിങ്ങിലോട്ട് മാറ്റിയിരിക്കുകയാണ്. ഇതിൻ്റെ വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞാണ്. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഉദ്ഘാടനത്തിന് ശേഷം ഇവിടെ നടക്കുന്നത് എന്താണെന്നറിയാമോ? ഈ നടക്കുന്ന സംഭവങ്ങൾ നമുക്കത് കണ്ടു നോക്കാം. വെൽക്കം ബാക്ക് റോയി 3R വീഡിയോസ്. ഉദ്ഘാടനത്തിന് ശേഷമുള്ള ഞായറാഴ്ചയാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഇവിടെ വെള്ളിയും ശനിയും ഞായറും എന്തൊക്കെയോ പരിപാടികളുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഞായറാഴ്ച വന്നിരിക്കുകയാണ്. നമുക്ക് കണ്ടു നോക്കാം ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന്.
ഇവിടെ കുറേ ബുക്ക് സ്റ്റാളുകളുണ്ട്, അതുപോലെ കുറേ പ്രദർശനശാലകളുണ്ട്, എന്തിൻ്റെയൊക്കെയോ കുറേ പ്രദർശനശാലകളുണ്ട്. കൂടാതെ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ്, അതിൻ്റെ ഒരു ഏരിയ തന്നെ അവിടെ ഉണ്ട്. ഈ 3 ദിവസവും, അതായത് വെള്ളി, ശനി, ഞായർ, ഇവിടെ ഓരോരോ കലാകാരന്മാരുടെ കലാപരിപാടികളുമുണ്ട്. ഇന്ന് നിർമ്മൽ പാലാഴിയുടെ കലാപരിപാടിയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഗാനമേളയോ ഗാനസന്ധ്യകളോ മിമിക്രിയോ അങ്ങനെ എല്ലാ പരിപാടികളും ഉണ്ട്. വൈകുന്നേരമാണ് പരിപാടികൾ. അന്ന് 9 മണിക്ക് വരുമെന്ന് പറഞ്ഞിട്ടാണ് നമ്മളിവിടെ ഉദ്ഘാടനത്തിന് വന്നത്. പക്ഷെ വന്നു കഴിഞ്ഞപ്പം മുഖ്യമന്ത്രി 10 മണിയായി, 10 മണി കഴിയുമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഉദ്ഘാടനത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ അതിന് മുമ്പുള്ള കുറച്ച് കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടത്. ഇതുണ്ടോ, ഒരുപാട് ഫുഡ് ഐറ്റംസ് ഇവിടെ നിരത്തി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ അറിയുന്ന റെസ്റ്റോറൻറ്റുകളും ഹോട്ടലുകളുമാണ്. ദി ഷാപ്പ്, ഇന്ത്യൻ കോഫി ഹൗസ്, പാരഗൺ, അതേപോലെ റഹ്മത്ത്, അവരുടെയൊക്കെ കുറ്റിച്ചിറ ബിരിയാണി, അവരുടെയൊക്കെ ഫുഡ് സെൻറ്ററുകളാണ് ഇതിനുള്ളിലുള്ളത്. ഞങ്ങൾ വാങ്ങിയതാണ്ടോ, കപ്പ ബിരിയാണി ഉണ്ട്, കപ്പ ബീഫ്, കപ്പ ഫിഷ്, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഞങ്ങൾ വാങ്ങിയതേ കപ്പ ബിരിയാണിയാണ്. 100 രൂപയ്ക്ക് കപ്പ ബിരിയാണി വാങ്ങി. പിന്നെ മോൾ എന്തൊക്കെയോ വാങ്ങി കഴിച്ചിരുന്നു, സാൻഡ്വിച്ചോ അങ്ങനെ എന്തൊക്കെയോ. ഇതുണ്ടോ, ഇറച്ചിപ്പത്തിരി, സാൻഡ്വിച്ച്, ഇതാണ് മോള് വാങ്ങിയൊരു സാധനം. ഇതാ കപ്പ ബിരിയാണിയാണ് ഞാൻ വാങ്ങുന്നത് 100 രൂപയ്ക്ക്. കാര്യം ഞങ്ങൾ കപ്പ ബിരിയാണിയൊക്കെ വാങ്ങിയെങ്കിലും കപ്പ ബിരിയാണി അത്ര അങ്ങോട്ട് പോരായിരുന്നു. പിന്നെ കണ്ടോ, കുറേ ഫ്രൂട്ട് സാലഡുകളും ഒരുപാട് എന്തൊക്കെയോ ഐറ്റംസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇന്ന് രാത്രി നിർമ്മൽ പാലാഴിയുടെ കലാപരിപാടി ഉണ്ട്. അതേപോലെ ഓരോ ദിവസവും രാത്രി ഇവിടെ പരിപാടികളുണ്ട്. ഇവിടുത്തെ സ്റ്റാളുകളുണ്ടോ, കുറേ കരകൗശല വസ്തുക്കൾ, ബുക്ക് സ്റ്റാളുകൾ, അങ്ങനെ എന്തൊക്കെയോ കുറേ ഷോപ്പുകളുണ്ട് ഇവിടെ. ഇതൊക്കെ പ്രദർശനം ഇന്നുകൊണ്ട് തീരുകയാണ്. മോളും വൈഫും കൂടെ എന്തൊക്കെയോ ബുക്കൊക്കെ നോക്കുന്നുണ്ട്. ഞാനൊന്ന് പോയി നോക്കട്ടെ അവിടെ എന്തൊക്കെയാണ് ഉള്ളതെന്ന്. നല്ല രസമുണ്ട് യാനനൊക്കെ കാണാൻ. ഇതാണ് ബുക്കുകൾ. ഇതേപോലത്തെ കുറേ ഷോപ്പുകളുണ്ട് കേട്ടോ. DC ബുക്സിൻ്റെയൊക്കെ ഷോപ്പുകൾ ഇവിടെ ഉണ്ടായിരുന്നു. കോഴിക്കോടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഏറ്റവും നല്ല ഫുഡ് കിട്ടുന്ന ഒരു സ്ഥലം എന്നുള്ളതാണ്. ഇവിടെ ഇന്ന് പാരഗൺ, ഇന്ത്യൻ കോഫി ഹൗസ്, റഹ്മത്ത്, ദി ഷാപ്പ്, അങ്ങനെ എല്ലാ ഹോട്ടലുകളുടെയും സ്റ്റാളുകളുണ്ട്. ഇതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഭക്ഷണപ്രിയരുള്ളതും കോഴിക്കോടാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും മറക്കണ്ട. പുതിയ കാഴ്ചയും വീഡിയോസുമായി വീണ്ടും വരാം. അതുവരേക്കും ബൈ ബൈ.